ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ടാകുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ടുണ്ടത് ജെബിൽ സാറയിലാണ് കേട്ടോ, ദുബൈയിൽ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ് ഇത്. എന്തുണ്ടെങ്കിലും, അതായത് ക്രിസ്മസ് ഉണ്ടെങ്കിലും ഈദ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോക്ക്. ഈ ഒരു സ്ഥലമുണ്ടല്ലോ, മന്നു ഇരുന്ന് കുറേ പ്രാവശ്യം വീണ്, അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ അതിൽ നടക്കുന്നുള്ളത്. കുറച്ച് കുഞ്ഞിൻ്റെല്ലാം ആകുമ്പോൾ കുറേ പ്രാവശ്യം അതിൻ്റെ അവിടെ നിന്ന് സ്ലിപ്പായിട്ട് വീണിട്ടുണ്ടോള്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ടും. കുറേ ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ എന്താ പറയുക അടുത്ത ലൈറ്റിങ് കാര്യങ്ങളും. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു എന്താ പറയുക ജ്യൂസ് കുടിച്ചിട്ടിരിക്കാനും പിന്നെ കുഞ്ഞു കുഞ്ഞു ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അവിടെ ഇരുന്നിട്ട് കുറേ സമയം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഒരു കപ്പിൾസ് എല്ലാം ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ അത്. നമുക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തും ഇരിക്കാം ഉള്ളിലും ഇരിക്കാം കേട്ടോ. പക്ഷെ പുറത്ത് ഇരിക്കാനാണ് ഭയങ്കര ഒന്നും കൂടി കാണാൻ നല്ല ഇത്. പുറത്ത് ആ വെള്ളം പോകുന്നതും അതും അങ്ങനത്തെ എല്ലാം കാര്യമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ. പിന്നെ വാട്ടറിൻ്റെ ഈ ഒരു ഐറ്റംസ് ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക മ്യൂസിക്കിനനുസരിച്ചിട്ട് വെള്ളമെല്ലാം ഇതാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഷോപ്പുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സും പിന്നെ എന്താ പറയുക അടുത്ത സാധനമെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേറെ തന്നെ ഒരു ഇതാണ്. നമുക്ക് കണ്ടോ കേട്ടോ. പിന്നെ അതിലത്തെ പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് നല്ല റേറ്റ് ഉണ്ടാവും, ചിലത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സാധനമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും എന്താ പറയുക മോശമായി പോകില്ല എന്നല്ല, മോശമാവുകയേ ഇല്ല. അത്രയും നല്ലൊരു എന്താ പറയുക ക്വാളിറ്റിയും ഒറിജിനലും ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇത് കണ്ടിട്ടില്ല, ഇതെല്ലാം ഫേസ് മസാജ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കുറേ ആയി വിചാരിച്ചത് ഇത് മേടിക്കണമെന്നുള്ളത്, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടാ ഈ അടുത്തായിട്ട്. ഇത് പർപ്പിൾ കളറാണ്, ഞാനൊരു ഗ്രീനിഷ് കളറാണ് കേട്ടോ വാങ്ങിച്ചത്. നമുക്ക് ഈ ആൻറ്റി ഏജിങ് അതിനെല്ലാം മസാജ് ആക്കാനെല്ലാം നല്ലതാണ് ഇത്. ഈ അടുത്താണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഇത് വേണ്ട സ്റ്റോൺസ്, ഇത് നമുക്ക് മാല ഉണ്ടാക്കാം, റിങ് ഉണ്ടാക്കാം, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം, അങ്ങനത്തെ എല്ലാമാണ്. നല്ല ഹൈ റേറ്റാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു വാച്ചിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായി, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായി. അപ്പം നെജുവിനൊരു വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ ആൾ ഓൾറെഡി ഒരു ആപ്പിൾ വാച്ച് ലേറ്റസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായി. അതിനുകൊണ്ട് തൽക്കാലം വാച്ച് നോക്കി അടവെച്ച് അതാണ്. പിന്നെ ഫ്ലവറിൻ്റെ ഷോപ്പുണ്ട്. കൗണ്ടറിലൊന്നും ആളുണ്ടാവില്ല കേട്ടോ, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് നമുക്ക് വേണ്ട ഇത് ശരിയാക്കിയിട്ട് തരും. നമ്മൾ പൈസ സെറ്റിൽമെൻറ്റ് ചെയ്യുക, അതാന്നിട്ട് അവിടെ ഫുൾ ഓപ്പൺ ഉണ്ടാവും, നമുക്ക് കയറി കാണാം, നോക്കാം. പൈസ അതെല്ലാം അതിന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ ഓൾറെഡി, അതിനെക്കൊണ്ട് പൈസ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് കണ്ടിട്ടില്ലേ, കിഡ്സിൻ്റെ അങ്ങനത്തെ എല്ലാം ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇനി 30 ദിറംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതും ഉണ്ട്, നല്ല ഹൈ റേറ്റിൻ്റെ ഉണ്ട്, എല്ലാ ഇതിലും ആയിട്ടുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് താജിലേക്കാണ് കേട്ടോ. ഇതും അതുപോലത്തെ ഒരു സ്പോട്ട് തന്നെയാണ്, നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇതും. ഇതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെയാണ്, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും എന്നെല്ലാം പറഞ്ഞാണൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ മണ്ണൊക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ സമയം അതിലിങ്ങനെ റൗണ്ട് അടിക്കും കേട്ടോ അവള്. അതുപോലെ മെയിൻ ഹോബിയാണ് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ കുഞ്ഞു കുഞ്ഞു നോട്ടീസ് അതെല്ലാം കളിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പോവാന്നുള്ളു. പിന്നെ ഭയങ്കര സ്പേസസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ആടെ ഇരിക്കാം, അങ്ങനെ സമയത്തിന് കണക്കൊന്നുമില്ല. ഇത്ര സമയം പോകണം, ഇങ്ങനെ പോകണം, അങ്ങനെയൊന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യട്ടോ. ഡിന്നർ കഴിക്കാന് ടു ഈറ്റ് ഫുഡ്. ഫുഡ് എന്തിനാ ഈറ്റാക്കുന്നത്? വെറുതെ
ഒന്ന് രസത്തിന് ഇതിന് രസത്തിനാ രസത്തിന് അങ്ങനെ ഒന്ന് രസത്തിന്. പിന്നെ എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹോട്ടലിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെയുള്ള ഇങ്ങനത്തെ എന്താ പറയുക ഡെക്കറേഷൻ ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ടാകുന്ന ആ ഒരു മോഡൽ അങ്ങനത്തെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലതെല്ലാം ഹാൻഡ് മെയ്ഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ശരിക്കും അത് നോക്കും, അതെന്തോട് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ചില സമയം ഞാനും ട്രൈ ചെയ്യും കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. കാണുമ്പോൾ വിചാരിക്കുന്നത് അതെന്തോ വാങ്ങിച്ചിട്ട് വെച്ചതാണ്, പക്ഷെ ശരിക്കും അത് ഹാൻഡ് മെയ്ഡ് അങ്ങനെയെല്ലാം ഉണ്ടാക്കിയതായിരിക്കും കേട്ടോ. അത് ഒരു വേറെ തന്നെ ഒരു രസമാണ് ഈ എന്താ പറയുക ഹോട്ടൽ, ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഓൾറെഡി ആ ഒരു സ്പോട്ടിലെത്തി. നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ആൾ വന്ന് നമുക്ക് ടേബിൾ കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി തന്ന്. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് കേട്ടോ. നമ്മൾ നോർമലി ബഫറ്റിന് പോകുമ്പോൾ ശരിക്കും ഒരു പേടിച്ചിട്ടെന്നല്ല, എന്നാലും ഒരു ഇതുണ്ടാവും. ചില സമയം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് അങ്ങനെയെല്ലാം ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായിന് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നിട്ട് മതിയായിട്ടുണ്ടായിട്ടില്ല, പക്ഷെ ഇച്ചിരി തിന്നുമ്പോൾ എൻ്റെ വയറെല്ലാം നിറഞ്ഞിട്ടുണ്ടായി. അത്ര ഫുഡ് ഐറ്റംസ് ഉണ്ടായിട്ടാ. അറബിക്കാണെങ്കിലും ഇന്ത്യൻസിലാണെങ്കിലും എന്താ പറയുക വൈറ്റ് റൈസ് ചോറ് വരെ അടി ഉണ്ടായിനി. അത്രയും എന്താ പറയുക ഫുഡും കാര്യങ്ങളും. പിന്നെ സ്വീറ്റ്സ് ആണെങ്കിലും ജ്യൂസിലാണെങ്കിലും എല്ലാത്തിലും വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടായത്. കുറേയെല്ലാം കഴിക്കാൻ പറ്റാതെ മിസ്സന്നായിപ്പോയി. പിന്നെ ഒരു ചെറിയൊരു കിഡ്സിൻ്റെ കോർണർ ഉണ്ടായി, കിഡ്സ് ഏരിയ ഉണ്ടായി. അപ്പോൾ മക്കൾക്ക് എന്താ പറയുക മക്കൾ അവിടെ പോയിട്ട് അതെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടെല്ലാം ഉണ്ടായിട്ടാ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും തിന്നിട്ട് മതിയായിട്ടാ. അപ്പോഴത്തേക്ക് തന്നെ വയറ് നിറഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മളെ മെയിനായിട്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലി മൈഷാൻ്റെ ബർത്ത്ഡേ ആണ് ഉണ്ടായത്. അപ്പോൾ അവൾക്ക് പുറത്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് സ്പെഷ്യൽ ഡേ ആണ് ഉണ്ടായത്. Happy birthday, Maisha. Hey, make a wish and cut. Hey. Thank you. അപ്പം എന്താ പറയുക അവൾ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മൾ മക്കളോട് ഓൾറെഡി ചോദിക്കും എങ്ങനെയാണ് വേണ്ടത്, പെരയിന്ന് വേണം എങ്ങനെ വേണ്ട. അപ്പോൾ മൈഷാക്ക് വേണമെന്നുണ്ടായത് ഫാമിലി ആയിട്ട് പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാമെന്ന്. വലിയൊരു പാർട്ടി പോലെയൊന്നും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, അവൾക്ക് സിമ്പിൾ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ട് എന്താ പറയുക ഒരു ടേബിളെല്ലാം ബുക്ക് ചെയ്ത് ഇതാ നമ്മൾ അടിപൊളി എൻജോയ് ആക്കിയിട്ടാണ്. അവൾക്ക് വേണ്ട പോലെ കേക്കെല്ലാം സെറ്റാക്കി, കേക്കെല്ലാം കട്ടാക്കി. ഇത് രണ്ടാമത്തെ കേക്ക് ഇട്ടാ. ഓൾറെഡി പെരയുന്ന ഒരു കേക്ക് കട്ടാക്കിയിട്ടുണ്ടായി. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം ആ ഒരു വീഡിയോ. ആ കേക്ക് കട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇടത്തേക്ക് ഭക്ഷണം കഴിക്കാനെല്ലാം വന്നിട്ടുണ്ടായത്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ പുറത്തിലേക്ക് പോയി. കാരണം നല്ല ക്ലൈമറ്റാണ്, അറിയാലോ ഇപ്പോൾ ദുബൈയിലെല്ലാം നല്ല തണുപ്പാണ്. അപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്താ പറയുക നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി. ഇവിടെ നമുക്ക് താമസിക്കട്ടോ, റൂമെല്ലാം എടുത്തിട്ട് താമസിക്കാം. അങ്ങനത്തെ ഒരു ഏരിയ ആണെന്നും സ്വിമ്മിങ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ പുറത്ത് വന്ന് കുറച്ച് സമയം അടലിയിരുന്ന് എന്താ പറയുക ഫുൾ ചില്ലൗട്ടാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായത്. ഇതാണ് നമുക്ക് കുറേ നടക്കാനെല്ലാം ഉണ്ട്, കുറേ കാണാനുണ്ട്. പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ, ഊഞ്ഞാൽ സ്ലൈഡ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ മക്കളെല്ലാം കുറച്ച് നേരം അവിടെല്ലാം കളിച്ച്, പിന്നെ ഞാൻ നെജുവെല്ലാം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം നടന്ന്. പിന്നെ ചെറിയാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇങ്ങനെ പുറത്ത് പോകാൻ. നമ്മൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതല്ലേ, അപ്പം ഓൾക്ക് പുറത്ത് പോകാൻ ഇങ്ങനെ കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക കുഞ്ഞിനെല്ലാം കൊണ്ട് കുറച്ച് സമയമെല്ലാം അവിടെ നിന്ന് മക്കളെല്ലാം കുറേ സമയം അവിടെ കളിച്ച് നല്ല അടിപൊളി എൻജോയ് ആക്കിയ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പം നിങ്ങൾക്ക് ഈ കാണുമ്പോഴും എന്താ പറയുക ഞാൻ കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യട്ടാ, പറ്റുന്നത് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസായിട്ടും റെസിപ്പി ആയിട്ടും വ്ളോഗ്സ് എല്ലായിട്ടും നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ. Happy birthday, Maisha. Happy birthday, Maisha. Happy birthday, Maisha. മൈഷ നീന്റെ ബർത്ത്ഡേ കേക്ക് എടുത്തിട്ട് ഞങ്ങൾക്ക് തരുന്നത്. ഓക്കെ ഞാൻ തരാം. എന്നാ ഫ്രോസ്റ്റിംഗ്